എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം യാത്രയും ഡ്രോയിങ്ങും. എന്താ യാത്രയും ഡ്രോയിങ് എന്ന് പറയുമ്പോൾ, നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും ഇത്ര തിരക്ക് പിടിച്ച ജീവിതവുമായി ഓട്ടത്തിനിടയിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, കൂടുതൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇത്തരം ആളുകൾക്കൊക്കെ അവർക്ക് ഡ്രോയിങ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെ ഡ്രോയിങ് ചെയ്യും? അവർക്ക് അതിന് കൃത്യമായിട്ട് എവിടെ സമയം കണ്ടെത്താൻ കഴിയുന്നത്? ഈ ആശയം പലപ്പോഴായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ക്ലാസ് ഞങ്ങൾക്ക് നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യം. യാത്ര ചെയ്യുന്ന ആളുകൾ പലപ്പോഴായിട്ട് ചോദിച്ച കാര്യമാണ്. അതിനെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. യാത്രയിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ കയ്യിലുള്ള മീഡിയ എന്താണോ എന്ന് വെച്ചാൽ, വാട്സപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതല്ല മറ്റ് ഇതിൽ സോഷ്യൽ മീഡിയ ആണോ കയ്യിലുള്ളത്? ജിമെയിൽ കയ്യിലുണ്ടോ? അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ യാത്രക്കിടയിൽ കഴിയുമോ? വാട്സപ്പ് യൂസ് ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിൻ യാത്ര ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബസ്സിലോ മറ്റെവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു മൊബൈലോ ഒരു ലാപ്ടോപ്പോ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ നൽകി വരുന്ന വാട്സപ്പ് ക്ലാസ് ഉണ്ട്. അതായത് ബേസിക്കലി ഉള്ള ക്ലാസ് ഉണ്ട്, അത്യാവശ്യം പഠിച്ച പിള്ളേർക്കുള്ള ക്ലാസ് വേറുണ്ട്. ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അതിനകത്ത് തന്നെ. ഏത് ഭാഷയിലും നമുക്ക് വാട്സപ്പ് ക്ലാസ് നിങ്ങൾക്ക് തരാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നല്ലൊരു കാര്യം. നമുക്ക് ഏത് ഭാഷയിലാണ് വേണ്ട വാട്സപ്പ് ക്ലാസ് തരാൻ നമ്മൾ തയ്യാറാണ്. സോ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് വിഷയമുണ്ട്. നിങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ക്ലാസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവണം, വേണ്ടേ? ഇപ്പം കണ്ടിന്യൂറ്റി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കാം. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളൊന്നുമില്ല, നോ പ്രോബ്ലം. ഐപാഡോ അതല്ലെങ്കിൽ മൊബൈലോ ടച്ച് സ്ക്രീനായിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഡ്രോയിങ് ചെയ്ത് പഠിക്കാം. പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു പുസ്തകത്തിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ ചോദിക്കും, നമുക്ക് കളറിങ് ഒക്കെ നടക്കുമോ എന്നുള്ളത്, ട്രാവലിങ്ങിന് കളറിങ് നടക്കുമോ എന്നുള്ളത്. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും. വാട്സപ്പ് ക്ലാസ് ആണെങ്കിലും കൂടി നിങ്ങളുടെ ആ ടൈമിൽ നിങ്ങൾ ഏത് സമയത്താണ് യാത്ര ചെയ്യുന്നത് 24 hours നമുക്ക് ക്ലാസ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ എവിടെ യാത്ര ചെയ്യുകയാണോ, ഏത് സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യണോ, മുൻകൂട്ടി നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് ക്ലാസ് അടക്കം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പോട്ട്, നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു യാത്ര ചെയ്യണം, ഒരു ലോങ് സൈറ്റിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ക്ലാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പെഷ്യൽ ഫീസ് ഉണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ ഓൺ ദ സ്പോട്ടിൽ അടയ്ക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. മാത്രമല്ല, വാട്സപ്പ് ക്ലാസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. എന്തിനും ഏതിനും ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് സംശയങ്ങൾക്കും എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് വേണം? പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെപ്പോഴും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, വാട്സപ്പിൽ എങ്ങനെ നമുക്ക് ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം വരും. ബേസിക്കുള്ള ക്ലാസ് അല്ല ഞാൻ പറഞ്ഞു. ബേസിക്കലായുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു 3 month വാട്സപ്പ് ക്ലാസ് സ്പെഷ്യലൈസ് വേറെ ചെയ്തിട്ടുണ്ട്. അതവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കുറച്ച് വരയ്ക്കാൻ അറിയാവുന്ന ആളുകൾക്ക് ആണ് ഞാൻ പറയുന്നത്. വരയ്ക്കാൻ അറിയുന്ന ആളുകൾക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ പോകുന്ന ആ ലൊക്കേഷനിൽ എവിടെയായാലും ആ ലൊക്കേഷനിൽ ഇരുന്നു കൊണ്ട് ആ ലൊക്കേഷനിലെ ചിത്രം വരയ്ക്കാനുള്ള ട്രെയിനിങ് നമുക്ക് ഇവിടുന്ന് ചെയ്തു തരാൻ കഴിയും.
ഏത് രാജ്യത്തായാലും. അപ്പോൾ പല മലയാളി സംഘടനകളും വിദേശ രാജ്യങ്ങളിലും മലയാളി സംഘടനകളും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഏതൊരാൾക്കും ഞാൻ ഈ പറഞ്ഞ പോയിന്റ് താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് പുസ്തകം കയ്യിൽ, എൻ്റെ കയ്യിൽ പുസ്തകം ഇല്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പെൻസിലില്ല, അതൊന്നല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് നമ്മളെ കയ്യിലെത്തും, അല്ലേ? അല്ല, മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. മടിയായിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. എനിക്ക് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. വാട്സപ്പ് ക്ലാസ് നിങ്ങൾക്ക് ഏത് വേണം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത്. പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, ചില ആളുകൾക്ക് പെൻസിൽ ഡ്രോയിങ് കുറേശ്ശൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് വരുന്ന എൻക്വയറീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ കോഴ്സ് കണ്ടിന്യൂറ്റ് മുഴുവൻ വേണമെന്നുള്ള താല്പര്യമുള്ള ആളുകളായിരിക്കില്ല. അവർക്ക് അത് മാത്രം മതി. വാട്ടർ കളറുള്ള ആളുകൾക്ക് വാട്ടർ കളർ മാത്രം മതി. ബാക്കി അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അവർക്ക് അതിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ആളുകളാണ്, വേറെ ഒന്നിലേക്ക് അവർക്ക് താല്പര്യമില്ല. ഇപ്പം ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പെൻസിൽ ഡ്രോയിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോർട്രേറ്റും അത്തരം വലിയ പിക്ചറുകളൊക്കെ വരച്ച് പെയ്ഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് അത് മാത്രമേ താല്പര്യമുള്ളൂ. അതുപോലെ നിങ്ങളെ താല്പര്യമാണ്, നിങ്ങൾക്ക് വാട്ടർ കളർ വേണോ, ഓയിൽ പെയിൻറ്റ് വേണോ, അക്രിലിക് വേണോ, ഡിജിറ്റൽ വേണോ, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏത് ക്ലാസ് ആയാലും അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൊടുക്കാൻ സംവിധാനം നമുക്കിവിടെ ഉണ്ട്. ബേസിക് ക്ലാസ് എടുക്കുന്ന കുട്ടികൾ ഒരു 3 മന്ത് കോഴ്സെങ്കിലും എടുക്കുക. അതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ എല്ലാം ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ആ 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. 6 മാസത്തിനോ 1 വർഷത്തിനോ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോഴ്സ് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതൊന്നല്ല, നിങ്ങൾക്ക് ഒരു വാട്ടർ കളർ മാത്രമായിട്ട് നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ചകളിൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വലിയ ആളുകൾക്കടക്കം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അത്തരം ആളുകൾക്ക് അവർ പറയുന്നൊരു വിഷയം ഇതെന്താ വെച്ചാൽ, ഞങ്ങൾ ദൂര സ്ഥലങ്ങളിലാണ്, ഞങ്ങൾ എങ്ങനെയാണ് അവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് മാത്രമല്ല ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വ്യത്യസ്തമായ ഒരുപാട് ക്ലാസ്സുകൾ, ക്ലാസ് രീതികൾ, ഡ്രോയിങ് തന്നെ വാട്സപ്പ്, ഓഫ്ലൈനിൽ, ഓൺലൈൻ, അങ്ങനെ പല വ്യത്യസ്തമായ ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നൽകാൻ ഇപ്പോൾ നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു വിഷയം പേടിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, യാത്രയിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, എല്ലാം നമുക്ക് നൽകാൻ കഴിയും. ഇനി വീഡിയോ ക്ലാസ് വേണം, നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ് വേണം, അതും ഓക്കെയാണ്. പക്ഷെ എന്തിനും ഏതിനും നമ്മൾ ആദ്യം എന്ത് വേണം, എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വേണം, വേണ്ടേ? എല്ലാവർക്കും ജോലി തിരക്കുണ്ടാവും. പക്ഷെ ആ ജോലി തിരക്കിനിടയിൽ അല്പം ആശ്വാസം കണ്ടെത്താൻ, അല്ലെങ്കിൽ യാത്രക്കിടയിൽ അല്പം യാത്ര പോകുന്ന പല ആൾക്കാരും പല 2 രീതിയിൽ യാത്ര പോകുന്നുണ്ട്. ബിസിനസ് പരമായിട്ടുള്ള യാത്രകളുണ്ട്, നമ്മൾ കുറച്ച് ഫ്രീ ജോലി തിരക്കിനിടയിൽ നിന്ന് മാറിയിട്ട് ഒരു എൻജോയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട്, അല്ലേ? ഏത് രീതിയിൽ പോകുന്ന ആളുകൾക്കായാലും ക്ലാസ് ഒരു തടസ്സമാവില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് നൽകാൻ കഴിയുന്നുണ്ട്. വീട്ടമ്മമാർക്കുള്ള നിങ്ങൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ അവർക്കും വേണം ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, അല്ലേ? നിങ്ങൾ ചെയ്യുന്ന ഓരോ സൃഷ്ടികളും എന്ത് വർക്കായിക്കോട്ടെ, ആ വർക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ വർക്ക് ഈ ലോകത്ത് ആദ്യമായിട്ടുണ്ടാവുന്നുള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. നിങ്ങൾ ഒരു പെൻസിൽ കൊണ്ട് ഒരു വര വെച്ചാൽ ആ വര ഈ ലോകത്ത് ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെടണം, അല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ക്ലാസ് വിശദ വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള വ്യത്യസ്തമായ ഭാഗങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കൂ. എന്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്?
ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.